ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെവാപ്സ് മലയാളം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി നമ്മുടെ പ്രോജക്റ്റ് ഒന്ന് iOS-ൽ റൺ ചെയ്യാം. അതിന് നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഓപ്പൺ ചെയ്തിട്ട് അതിൽ iOS ഫോൾഡർ ഓപ്പൺ ചെയ്യണം. അതിൽ ഈ വർക്ക് സ്പേസ് എന്ന് പറയുന്ന ഫയലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ പ്രോജക്റ്റിൻ്റെ പേര് .exe വർക്ക് സ്പേസ് എന്ന് പറയുന്ന ഈ ഫയല് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് Xcode ഓപ്പൺ ആവും. നമുക്ക് റൺ ചെയ്യാനായിട്ട് കൊടുക്കാം. നമ്മുടെ സിമുലേറ്റർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ വെക്ടർ ഐക്കൺസ് ഇതവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ അത് iOS-ന് വേണ്ടിയുള്ള കോൺഫിഗറേഷൻ നമുക്ക് ഒന്നുകൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിലെ ഇൻഫോപി ലിസ്റ്റിൽ നമ്മൾ ഏത് ഫോണ്ടാണ് യൂസ് ചെയ്യുന്നത് ആ ഫോണ്ട് ആഡ് ചെയ്യണം. അതായത് UI ആപ്പ് ഫോണ്ട് എന്ന് പറയുന്ന കീക്കകത്ത് നമ്മളത് ആഡ് ചെയ്യണം. അത് നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. iOS-നകത്ത് ഇൻഫോപി ലിസ്റ്റ് നമുക്കിനി ഒന്നുകൂടെ പോഡ് ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് cd iOS ഇപ്പോൾ നമ്മുടെ വെക്ടർ ഐക്കൺസ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ആപ്പ് ഒന്നുകൂടെ ക്ലീൻ ചെയ്തിട്ട് ഒന്നുകൂടെ റൺ ചെയ്യാം. ഇപ്പോൾ നമ്മൾ രണ്ട് ഇൻപുട്ട് ഫീൽഡ് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു ബട്ടൺ വേണം, ലോഗിൻ ബട്ടൺ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കമ്പോണൻസിനകത്ത് പോയിട്ട് ബട്ടൺ എന്ന് പറയുന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതിനുള്ളിൽ ബട്ടൺ .js എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട്
ഓപ്ഷണൽ കമ്പോണൻ്റ് ഉണ്ടാക്കാം. വിഡ്ത്ത് നമുക്കൊരു 60% കൊടുക്കാം. ഹൈറ്റ് ഒരു 45 കൊടുക്കാം. അലൈൻ സെൽഫ് സെൻറ്റർ കൊടുക്കാം. അലൈൻ ഐറ്റംസ് സെൻറ്റർ കൊടുക്കാം, കാരണം നമ്മൾ അതിനകത്തേക്കൊരു ടെക്സ്റ്റ് പാസ് ചെയ്യണം. അതുപോലെ തന്നെ ജസ്റ്റിഫൈ കണ്ടൻറ്റ്. ഓക്കെ, ഇപ്പം നമ്മുടെ ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. iOS-ൽ നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഡോട്ടായിട്ടാണ് വരുന്നത്. അത് കാണാൻ വേണ്ടി നമ്മൾ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അത് നമുക്ക് വിസിബിളാണ്. സെയിം അതേപോലെ തന്നെ ഈ ഐക്കൺ ചേഞ്ച് ആയിട്ടുണ്ട്. ഹൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഐക്കൺ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഹൈഡ് ആകുന്നുണ്ട്. ഇനി നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ടൊരു ബട്ടൺ വേണം. ആ ബട്ടണാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു കസ്റ്റം ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വ്യൂവിന് പകരം നമ്മൾ ടച്ചബിൾ ഒപ്പാസിറ്റിയാണ് കൊടുക്കുന്നത്. ടച്ചബിൾ ഒപ്പാസിറ്റി, അതിന് സ്റ്റൈലായിട്ട് നമ്മൾ സ്റ്റൈൽസ് ഡോട്ട് കണ്ടെയ്നർ. ഇത് നമ്മുടെ ഇൻഡെക്സിൽ വന്നിട്ട് ഈ ബട്ടനെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യണം. ബട്ടൺ ഇത് നമുക്ക് ലോഗിൻ സ്ക്രീനിൽ നമുക്ക് ആ ബട്ടനെ വിളിക്കാം. കമ്പോണൻസ് ഡോട്ട് ബട്ടൺ. ഇത് നമുക്ക് ബട്ടൺ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ബ്ലാക്ക് കൊടുക്കാം. നമ്മുടെ ബട്ടൺ വന്നിട്ടുണ്ട്. ബട്ടൺ ഒരു മാർജിൻ ടോപ്പ് കൊടുക്കാം. അതുപോലെ തന്നെ ബട്ടൺ ഒരു റേഡിയസ് കൊടുക്കാം. അതിന് ബോർഡർ റേഡിയസ് ഒരു 8 കൊടുക്കാം. ഇതിൽ ബട്ടൺ ടെക്സ്റ്റിന് ഒരു സ്റ്റൈൽ കൊടുക്കാം. ബട്ടൺ ടെക്സ്റ്റിൽ കളറ് നമുക്ക് വൈറ്റ് കൊടുക്കാം തൽക്കാലം. അതുപോലെ ഫോണ്ട് സൈസ് 16 കൊടുക്കാം. ഇപ്പോൾ ബട്ടണിനാണ് ഇതിൽ വന്നേക്കുന്നത്. അപ്പം നമുക്ക് ഈ ബട്ടൻ്റെ നെയിം, അതായത് ആ ബട്ടണിൽ കാണിക്കുന്ന ടെക്സ്റ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ലേബൽ എന്ന് പറഞ്ഞൊരു പ്രോപ്പായിട്ട് പാസ് ചെയ്യാം. അതിൽ നമുക്ക് ലോഗിൻ കൊടുക്കാം. എന്നിട്ട് ഈ
ലേബൽ നമ്മളിവിടെ ആർഗ്യുമെൻ്റായിട്ട് എടുത്തിട്ട് കേർലി ബ്രാക്കറ്റ് ഇട്ട് എടുക്കുന്നു. ആ ലേബൽ നമ്മളിവിടെ ടെക്സ്റ്റിനകത്ത് കാണിക്കുന്നു. ഇപ്പോൾ ലോഗിൻ വന്നിട്ടുണ്ട്. നമ്മളിവിടുന്ന് എന്ത് പാസ് ചെയ്യുന്നു അതായിരിക്കും അതിൽ വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബട്ടന് ഒരു ഓൺ പ്രസ് ഉണ്ടല്ലോ, അതായത് ബട്ടൺ ക്ലിക്കിൽ ആക്ഷൻ എടുക്കാനായിട്ടാണ് നമ്മൾ ഓൺ പ്രസ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ഓൺ പ്രസ് എന്ന് പറയുന്ന ആർഗ്യുമെൻ്റായിട്ട് എടുത്തിട്ട് അതിനെയും കോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ ഓൺ പ്രസ്സിനെ പാസ് ചെയ്യണം. അപ്പോൾ എന്താ, കോൺസ്റ്റ് ഹാൻഡിൽ പ്രസ് എന്ന് പറയുന്നൊരു ഫങ്ഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിൽ നമുക്ക് തൽക്കാലം ഒരു അലേർട്ട് കൊടുക്കാം. ലോഗിൻ പ്രസ്ഡ് എന്ന് പറഞ്ഞൊരു അലേർട്ട് കൊടുക്കാം. ഇനി നമ്മൾ നമ്മുടെ കസ്റ്റം ബട്ടൻ്റെ ഓൺ പ്രസ് എന്ന് പറയുന്ന പ്രോപ്പിനകത്തേക്ക് നമ്മുടെ ഹാൻഡിൽ പ്രസ് വിളിക്കണം. ഇത് നമുക്ക് ലോഗിൻ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫങ്ഷൻ വിളിക്കുന്നുണ്ട്.